ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു ഫിഷ് മസാല റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഫിഷ് മസാല തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഷ് മസാല ഞാൻ ആവോലി വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് ആവോലിയാണ് എടുത്തത്. അതൊന്ന് നന്നായി കഴുകി വരഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് മസാല തേച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന മസാല തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ ആവശ്യത്തിന് 1-2 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്തൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായി തന്നെ മസാല ഒന്ന് പേസ്റ്റാക്കി എടുത്ത് നമുക്ക് മീനിലോട്ട് തേച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നന്നായി തന്നെ മസാലയൊക്കെ മീനിൽ തേച്ചെടുത്ത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഫിഷിലോട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാന് ചൂടാകുമ്പോൾ ഞാനൊരു 5-6 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷ് മസാല നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ എണ്ണയിലോട്ടേക്കായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഫിഷ് ആയാലും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഒരു ഭാഗം ഏകദേശം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫിഷ് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം തന്നെ വെച്ചിരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു സൈഡും കൂടി ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു വേറൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കപ്പ് അളവിലുണ്ട്. ഏകദേശം 10-25 ചെറിയ ഉള്ളിയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി തന്നെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു വലിയ സൈസ് തക്കാളിയാണ്, 1 കപ്പ് നിറയുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ആയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി തന്നെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായി തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് നിറയെ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ ഈ ഒരു പൊടികളും നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് 1 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ നന്നായി തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊടിയുടെ സ്മെല്ലൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ ഒരു മസാലയും തേങ്ങാപ്പാലും ഒക്കെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ഈ ഒരു മസാലയൊക്കെ മീനിൽ പിടിക്കുന്നവരെ ഒന്ന് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം അതേ രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമുക്ക് അടുത്ത സൈഡും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കി ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷ് മസാല റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.